ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? എനിക്കൊരു സുഖമാണ്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കൊരു പ്ലം കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു വരുത് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് ബൗളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കപ്പ് ഓറഞ്ച് ജ്യൂസാണ് ഒഴിക്കുന്നത്. നമ്മൾ കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞെടുക്കണം കേട്ടോ. ജ്യൂസ് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ കൈ പോരും. അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞ് ഏകദേശം 3 ഓറഞ്ചിൻ്റെ മതിയാകും ഒരു കപ്പ്. പിന്നെ 1/4 കപ്പ് ഉണക്കമുന്തിരി, 1/4 കപ്പ് ഈന്തപ്പഴം, 1/4 കപ്പ് ചെറി, പിന്നെ 1/4 കപ്പ് പോലും ഇല്ല 1/4 കപ്പ് ഏകദേശം കുറച്ച് 1/4 കപ്പ് അണ്ടിപ്പരിപ്പ്, പിന്നെ 1/4 കപ്പ് ഡ്യൂട്ടി ഫ്രൂട്ടി. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. ഏകദേശം 1 മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം, കുതിരാൻ വെക്കാം. അത് നന്നായിട്ടൊന്ന് കുതിർന്ന് വരുമ്പോഴത്തേക്കും നമ്മുടെ ഐറ്റം റെഡിയാവും. പിന്നെ ഇതാ നമ്മുടെ ഓറഞ്ചിൻ്റെ തൊണ്ടുണ്ട്, മേലുള്ള ഒരു മഞ്ഞ ഭാഗം മാത്രം ഉണ്ടല്ലോ, അത് മാത്രം ഇച്ചിരി ഒന്ന് ഇതാക്കിയെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ പട്ട, ഗ്രാമ്പു, നമ്മുടെ ജാതിക്കുരു ഇതെല്ലാം പൊടിച്ച് ഏകദേശം ഇത്രയും മതി. മുഴുവൻ കൂടി വേണ്ട ആവശ്യമില്ല. പൊടിച്ചിട്ട് അത് 1 സ്പൂണോളം നമുക്ക് ആവശ്യമുണ്ട്, അതും എടുത്തിട്ടുണ്ട്. പിന്നെയുള്ള നമുക്ക് പഞ്ചസാര ക്യാരമൽ ചെയ്യാം. 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. ഇതുപോലെ ഒരു പാനിലേക്ക് നിരത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇളക്കാൻ നിൽക്കണ്ട. ഇളക്കി കഴിയുമ്പോൾ ഒരു കട്ട പോലെ ആയിപ്പോവും പഞ്ചസാര. അത് ഇതുപോലെ ഇളക്കാൻ നിൽക്കണ്ട. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കിയതാണ്, പക്ഷെ അത് ഇളക്കണ്ട കേട്ടോ. നിങ്ങൾ കുറച്ച് നേരം തന്നെ തേക്കുമ്പോൾ തന്നെ മെൽറ്റ് ആയിക്കോളും. ഇനി ഒന്ന് പയ്യെ ഇളക്കി കൊടുത്താൽ മതി. ഇനി അടി കിടക്കണ കരിയാതിരിക്കണമല്ലോ. അതുകൊണ്ട് നമുക്കിതാ ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കാം. ക്യാരമൽ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേക്കിനൊരു കളർ ഉണ്ടല്ലോ, ആ കളറും ടേസ്റ്റിനും കൂടിയാണ് നമുക്ക് കൂടുതലും കേക്കിന് ക്യാരമൽ ചെയ്തെടുക്കുന്നത്. നമ്മുടെ ക്യാരമലായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പച്ചവെള്ളം കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ പൊട്ടിത്തെറിക്കാനും നമ്മുടെ മേത്തേക്ക് ഇച്ചിരി അപകടത്തിനൊക്കെ സാധ്യത കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഒരു തിളച്ച വെള്ളം തന്നെയാണ് ഒഴിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ പച്ചവെള്ളം ആകുമ്പോൾ ഈ ക്യാരമൽ ചെയ്തത് നല്ലപോലെ കട്ടിയായി പോവും. പിന്നെ ഒരുപാട് സമയം നമ്മൾ ഇട്ട് ശരിയാക്കുമ്പോഴൊന്നും റെഡി ആവുള്ളൂ. ചൂടുവെള്ളം ആകുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി കിട്ടും. അതുകൊണ്ട് ഞാൻ ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചുള്ളൂ. അപ്പോൾ നമുക്കതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അതോടെ ഒന്ന് ആറട്ടെ, നമുക്ക് ചൂടാറിയാലേ ബാക്കിയുള്ള റെഡിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ മൈദാപ്പൊടി എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് മൈദാപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡർ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉണ്ടാകുന്നത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ 1 ടേബിൾ സ്പൂണ്, പിന്നെ ഒരു പിഞ്ച് ഉപ്പ്. ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഇനി അരിച്ചെടുത്തൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇന്ന് ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 100 ഗ്രാം ബട്ടർ എടുക്കുക. അതിൻ്റെ അത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇപ്പോൾ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ ചെയ്യുക, അല്ലെങ്കിൽ വിസ്ക് കൊണ്ടെങ്കിലും നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. റൂം ടെമ്പറേച്ചർ ആയിരിക്കണം, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത വഴി ആവരുത് കേട്ടോ. എല്ലാം റൂം ടെമ്പറേച്ചർ ആയിരിക്കണം, നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കും പോലെ തന്നെ. പിന്നെ ഇതാ ഇതിലേക്ക് 2 മുട്ടയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വേണം അടുത്ത് നമുക്ക് ശരിയാക്കാൻ. ഇനി നന്നായിട്ട് മുട്ട ബട്ടറിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി ഇതിലേക്ക് മുട്ടേൻ്റെ ഒരു മണം ഉണ്ടാവില്ലേ, അതൊന്നും മാറാൻ വേണ്ടി നമുക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. അതുകൊണ്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് ബീറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. നമ്മൾ അടിച്ചെടുത്ത് വെച്ചേക്കണം പൊടികളെല്ലാം കൂടി ഒന്ന് കുറേശ്ശെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കരുത്, മൊത്തത്തിൽ കട്ടായി പോകും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ക്യാരമൽ ചെയ്ത് വെച്ചേക്കണ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കുറേശ്ശെ രണ്ടും കൂടി ഒഴിച്ച് കൊടുത്ത് എല്ലാ കട്ടുകളൊക്കെ നന്നായിട്ട് കളയണം. നന്നായിട്ട് ഇതാക്കിയെടുക്കുക, റെഡിയാക്കിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. നമുക്കൊരു 1/4 കപ്പ് പൊടി മൈദ നമ്മൾ മിക്സ് ചെയ്തേക്കുന്ന പൊടി ഉണ്ടല്ലോ, അത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ ഇത് ആദ്യം ഇതെല്ലാം കൂടി നമുക്ക് ഓറഞ്ച് നീരൊന്ന് മാറ്റി സെപ്പറേറ്റ് ആക്കാം. നീര് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം, ആവശ്യമുണ്ട്, കളയൊന്നുമില്ല. നമുക്കിതൊന്ന് എല്ലാം ഓറഞ്ച് മാറ്റി ഒന്ന് വേറെ സെപ്പറേറ്റ് പാത്രത്തിലേക്ക് ആക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്കിപ്പോൾ മാറ്റി വെച്ചേക്കുന്ന പൊടി ഉണ്ടല്ലോ, ആ പൊടിയും കൂടി ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ അല്ലെങ്കിൽ ഇത് നമ്മൾ ഫ്രൂട്ട്സും നട്ട്സൊക്കെ എന്ത് ചെയ്യും, ഈ കേക്കിൻ്റെ അടിയിൽ മാത്രമായി പോകും. അപ്പോൾ ഇടയ്ക്കൊന്നും ഇല്ലാണ്ടായി പോകും. അപ്പം ആ ബാക്കി മിക്സ് ചെയ്ത് വെച്ചാൽ പൊടി ഒന്നും കൂടി
എടുത്ത് ഇതിലേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ അത് മാറ്റി വെച്ചേക്കണം ഓറഞ്ച് ജ്യൂസ് അവിടെ ഇരിപ്പുണ്ട്. ഇതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. നമുക്ക് അവിടെ മാറ്റിയിരിക്കട്ടെ. ഇനി വേണ്ടത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററി ഉണ്ടല്ലോ, മൈദാപ്പൊടിൻ്റെ ബാറ്ററി, അതിലേക്ക് നമുക്ക് ഈ മാറ്റി വെച്ചേക്കണം ഓറഞ്ച് നീരും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കളയുന്നില്ലല്ലോ, അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് അതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാണ്ട്. ഇനിയുള്ളത് ലാസ്റ്റായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ എടുത്ത് വെച്ചേക്കണം ഫ്രൂട്ട്സ് നട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് അത്രയേ ഉള്ളൂ. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബാറ്റർ റെഡിയാവും. അപ്പോൾ ഇനി കുറേശ്ശെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ കേക്ക് ടിന്നൊക്കെ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടാവണം. കേക്ക് ടിന്നി ഓവനിലാണെങ്കിൽ ഓവൻ 170 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടാവണം. അപ്പോൾ അതാ ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ കുക്കറിൽ നമുക്ക് കുക്കറൊക്കെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബേക്ക് ടിന്ന് ഇതുപോലെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി ബട്ടറൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാറ്ററി വെച്ച് കൊടുക്കാം. ഫുൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം പകുതിയോളം നമുക്കുണ്ട്. അപ്പോൾ ഇത് പൊങ്ങി വരുമ്പോഴത്തേക്ക് പാത്രം ഫുള്ളായിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഇതാ ഒരു ഭംഗിക്ക് വേണ്ടി ഫ്രണ്ട് മേളിൽ ഞാൻ അണ്ടിപ്പരിപ്പ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് വെന്ത് വന്നപ്പോൾ അത് അടിയിലായി പോയിട്ടോ. അതാണ് അത് ഞാൻ കാണിച്ചു തരാം. കാരണം നമുക്കിത് വെന്ത് വന്നപ്പോൾ അത് പൊങ്ങിയപ്പോഴത്തേക്കും നല്ലപോലെ പൊങ്ങിയപ്പോൾ ഈ അണ്ടിപ്പരിപ്പ് കാണാനുണ്ടായിരുന്നില്ല. ഇതെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലേക്കും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെഡിയാവും. കുക്കറിലെടുത്തിട്ട് അതിൻ്റെ മേലിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇതുപോലെ നമുക്ക് കുക്കർ വാങ്ങിക്കുമ്പോൾ തന്നെ ഒരു ഇത് കിട്ടൂലേ, അതിൻ്റെ പുറത്തേക്ക് വേണം നമുക്ക് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ റൗണ്ടിൽ പാത്രമൊക്കെ വെക്കണ സാധനം ഉണ്ടല്ലോ, കറിയൊക്കെ വെക്കുന്നത്, അതിന് എന്തോ അതിൻ്റെ പേരെനിക്കറിയില്ല. ഇത് കുക്കറിൻ്റെ നമുക്ക് വിസിലഴിച്ച് മാറ്റണം, വാഷറഴിച്ച് മാറ്റണം. എന്നിട്ട് നമുക്ക് ഗ്യാസിൽ വെക്കാം. അതൊക്കെ കൂട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാകുമ്പോൾ നോക്കാം. ഇത് കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. സൈഡൊക്കെ എല്ലാം നല്ല വിട്ട് വന്നിട്ടുണ്ട്. നല്ല റെഡി നല്ല സ്പോഞ്ചി കേക്കായിട്ടുണ്ട്. നമുക്കിനി മുറിച്ച് നോക്കാം. ഇത് കണ്ടെല്ലാം നല്ല ഭംഗിയിൽ തന്നെയുണ്ട്. നല്ല സ്മൂത്തുണ്ട് കേട്ടോ, കാണും പോലെയല്ല, നല്ല സ്മൂത്തായിരുന്നു. അപ്പോൾ അതാ നമുക്ക് മുറിക്കുമ്പോൾ തന്നെ കാണുമ്പോൾ അറിയാൻ പറ്റുമായിരിക്കും. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അതാ നമ്മുടെ കേക്ക് റെഡി. ഇനി ഒന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ. കഴിച്ച് നോക്കിയിട്ടൊക്കെ പറയാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.